നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ നമുക്ക് വേണ്ടപ്പെട്ട വളരെയധികം പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മൾ കാണരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെയുള്ള ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ നമുക്ക് മറ്റൊരാൾ കാണാതെ ഹൈഡ് ചെയ്ത് വെക്കുന്നതിനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്തെന്നാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് പെട്ടെന്ന് ഇതൊരു ഹൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് എന്ന് ഒരിക്കലും മനസ്സിലാകത്തില്ല. മറിച്ച് ഇതൊരു സാധാരണ നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കുന്ന ക്ലോക്ക് അല്ലെങ്കിൽ അലാറം അല്ലെങ്കിൽ ടൈമർ അതുപോലുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനായിട്ട് മാത്രമായിരിക്കും കാണാൻ സാധിക്കുക. ആപ്ലിക്കേഷൻ ഞാൻ തരുന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വരും. ഇവിടെ നിങ്ങളുടെ ഒരു ക്രിയേറ്റ് യുവർ റിക്കവറി ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കും. അപ്പം നിങ്ങളുടെ അതായത് നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ ഇത് മറന്നു പോവുകയാണെങ്കിൽ ഒരു റിക്കവർ ചെയ്യാനുള്ള ഒരു പേര് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം സേവ് ആൻഡ് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ശേഷം ഒരു റിക്കവറി ആയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ് ഇവിടെ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത ശേഷം മുകളിലായിട്ട് കാണുന്ന ശരി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഒരു ഭാഗത്തായിരിക്കും കാണാൻ സാധിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കിതിനകത്തൊരു ടൈം സെറ്റ് ചെയ്യണം. അതായത് നമ്മൾ ടൈമാണ് ഇതിൻ്റെ പാസ്വേഡ്. സാധാരണ മറ്റു മൊബൈലുകളെ പോലെ അല്ലെങ്കിൽ ഒരു പിൻ പ്രൊട്ടക്റ്റഡോ അല്ലെങ്കിൽ പാറ്റേൺ ലോക്കോ ഒന്നുമല്ല. ഇതുപോലെ ഒരു പാസ്വേഡ് ടൈമിംഗ് ആണ്. അതിനായിട്ട് നമുക്കിതിന് മുകളിലായിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഏതെങ്കിലും ഒരു ടൈം ഈ സൂചി ഇതിനനുസരിച്ച് ഇപ്പോൾ മാറ്റി കൊടുക്കും. ഇപ്പോൾ 12:20 അല്ലെങ്കിൽ 12:15 നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ 1:15 വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് കണക്കായിട്ട് കൊടുക്കുക. ഇപ്പോൾ 1:15 എന്നിവിടെ ടൈം കാണിക്കും. ശേഷം ഈ മധ്യഭാഗത്തായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം അതേ സംഭവം തന്നെ ഒന്നുകൂടി ആവർത്തിക്കാനുള്ള ഒരു ഓപ്ഷൻ പറയും. അതേ തന്നെ ഒന്നുകൂടി ആവർത്തിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെയായിട്ട് ഇതുപോലെ കാണിക്കും. നിങ്ങളുടെ ടൈം ക്രിയേറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ശേഷം ഡു നോട്ട് ഷോ ദിസ് അഗെയിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. പിക്ചേഴ്സുകൾ, വീഡിയോകൾ, ഫയലുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതിനകത്തേക്ക് സെലക്ട് ചെയ്യും. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഫോൾഡർ സെലക്ട് ചെയ്യാം. ഇനി എല്ലാ മറ്റു ഫോൾഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റിനുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് ആവശ്യമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ പിക്ചേഴ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ പ്ലസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഗാലറിയിൽ നിന്നാണോ ക്യാമറയിൽ നിന്നാണോ ഏതാണ് സെലക്ട് ചെയ്യുക. ചൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് മൊബൈലിലുള്ള കുറച്ച് ഫോട്ടോകളാണ്. ഇപ്പോൾ ഒരു 3 ഫോട്ടോകൾ ഞാൻ സെലക്ട് ചെയ്തു. 3 ഐറ്റംസ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തു. ശേഷം മുകളിലായിട്ടുള്ള ലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ 3 ഫയലുകളും ഇവിടെ വന്നായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പം നമ്മുടെ 3 ഫയൽ നമ്മുടെ ഗാലറിയിൽ നിന്നും പോയിട്ടുണ്ടാകും. ഒപ്പം തന്നെ ഇതുപോലെ വന്നായിട്ടും കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ ഇനി ഏതൊരാളും പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ സാധാരണ ഇപ്പം നിലവിൽ റണ്ണിങ് ആയിരിക്കുന്ന സമയമായിരിക്കും കാണാൻ സാധിക്കുക. 5:05 എന്നുള്ള സമയമായിരിക്കും അവർക്ക് കാണാൻ സാധിക്കുക. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മധ്യഭാഗത്തായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് ഏതാണോ അത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 1:15 പാസ്വേഡ് ഞാൻ കൊടുത്തത്. അത് കൊടുത്തതിന് ശേഷം മധ്യഭാഗത്തായിട്ട് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസിലേക്ക് വീണ്ടും എത്തിപ്പെടാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഫയലുകൾ റിമൂവ് ആക്കി പഴയ വീണ്ടും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അൺഹൈഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഏതാണ് ഫോൾഡർ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് വീണ്ടും തിരികെ ഗാലറിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോയും ഒപ്പം ഫോട്ടോസുകളുമൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഒപ്പം ആപ്പ് ലോക്ക് എന്നുള്ള ഒരു സൗകര്യം നിങ്ങൾക്ക് ഇതിനകത്ത് ലഭ്യമാണ്. അതായത് അൺലോക്ക് ആപ്ലിക്കേഷനുള്ള പാറ്റേൺ കൊടുത്ത് മറ്റും നിങ്ങൾക്ക് ലോക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ ആണ് അത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക. നിർത്തുന്നു. നന്ദി മൈ ഡിയർ ഫ്രണ്ട്സ്.